നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് 8ന്റെ പണി ഭാരതം കൊടുത്തിട്ടും അവരുടെ അഹങ്കാരം തീർന്നിട്ടില്ല. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത്. മതപരിവർത്തന റാക്കറ്റിന്, അതായത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ മതപരിവർത്തന റാക്കറ്റിന് പാക് ഭീകര ബന്ധം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിദേശത്തു നിന്നും കൃത്യമായിട്ടുള്ള പണമിടപാട്, കോടിക്കണക്കിന് രൂപകൾ ഈ പറയുന്ന മതപരിവർത്തന റാക്കറ്റിനു വേണ്ടി ഒഴുകിയിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, പെൺകുട്ടികൾക്ക് പ്രണയക്കെണിയൊരുക്കി അവരെ മതം മാറ്റി അവരിലൂടെ ഭാരതത്തിൽ ഭീകരവാദം വളർത്തുവാൻ ശ്രമിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഇവരിലൂടെ ആൺകുട്ടികൾക്ക് ബ്രെയിൻ വാഷ് നടത്തി അവരെയും ഭാരതത്തിനെതിരെ തിരിക്കുവാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു. നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിൽ ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്ത മതപരിവർത്തന റാക്കറ്റിന് അന്താരാഷ്ട്ര ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കാം: പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം കിട്ടിയ അടികൾ കൊണ്ടൊന്നും പഠിച്ചിട്ടില്ല. അവർ വീണ്ടും ഭാരതത്തിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൾ പാകിസ്ഥാനിലുള്ളവരുമായി നിരന്തരം ആശയ വിനിമയം നടത്തിയിട്ടുണ്ട്. വിദേശ ഫണ്ട് സ്വീകരിച്ചതിനും കൃത്യമായ തെളിവുകൾ ലഭിച്ചതായി പോലീസ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ആഗ്രയിൽ പിടിയിലായ മതപരിവർത്തന റാക്കറ്റിലെ പ്രധാനി അബ്ദുൾ റഹ്മാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ ഈ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. റഹ്മാന്റെ ഡൽഹിയിലെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ ഹരിയാന സ്വദേശിയായ മമത എന്ന യുവതിയെ പോലീസ് രക്ഷപ്പെടുത്തിയിരുന്നു. പ്രധാന പ്രതി അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റിയിരിക്കുന്നത്. യു.പിയിലെ റായ്ബറേലി, അലിഗഡ്, ഹരിയാനയിലെ ഝജ്ജർ, റോഹ്തക്, ഡൽഹി, ഡെറാഡൂൺ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മതപരിവർത്തനം നടന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, സിറ്റികളിൽ തന്നെയാണ് ഈ മതപരിവർത്തന റാക്കറ്റ് അവരുടെ ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചു വച്ചിരുന്നത്. അല്ലെങ്കിൽ കൃത്യമായി അവർ മതപരിവർത്തന റാക്കറ്റിലൂടെ ഭാരതത്തിനകത്ത് പാകിസ്ഥാൻ ഭീകരവാദികളെ നുഴഞ്ഞു കയറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഭാരതത്തിലെ പ്രധാനപ്പെട്ട സിറ്റികളിലൂടെ തന്നെയാണ്. പാക് യുവാക്കളെ ഉപയോഗിച്ച് പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ചും വിവാഹം വാഗ്ദാനം ചെയ്തുമാണ് പെൺകുട്ടികളെ മതം മാറ്റിയത്. അതായത് ഭാരതത്തിലെ പെൺകുട്ടികളെ പാകിസ്ഥാനിലെ യുവാക്കളെ ഉപയോഗിച്ച് മതം മാറ്റുകയും ഇവിടുത്തെ സ്ത്രീകളെ ഇവിടുത്തെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഭാരതത്തിൻ്റെ സമാധാനത്തിനുമെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു ടൂൾ ആക്കി മാറ്റുകയായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭീകര രാഷ്ട്രം. തീവ്രമത പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും ഉപയോഗിച്ച ബ്രെയിൻ വാഷ് ചെയ്താണ് ആൺകുട്ടികളുടെ മതം മാറ്റിയിരുന്നെന്നുള്ള അബ്ദുൾ റഹ്മാന്റെ മൊഴി കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. ഭാരതത്തിനകത്ത് എങ്ങനെയൊക്കെ പാകിസ്ഥാൻ ഭീകരർ നുഴഞ്ഞു കയറുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ്. അബ്ദുൾ റഹ്മാന്റെയും ഇസ്ലാമിലേക്ക് മതം മാറിയ ഗോവ സ്വദേശി ആയിഷയുടെയും നേതൃത്വത്തിലാണ് ഈ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നതെന്നും തെളിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഗെയിം എന്നിവ മുഖേനയാണ് പാകിസ്ഥാനിലുള്ളവരുമായി ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ ഉമ്മത്ത് എന്ന പേരിലുള്ള റാക്കറ്റിന്റെ സ്ലീപ്പർ സെല്ലായി നിരവധി പേർ പ്രവർത്തിച്ചിരുന്നു. അബ്ദുൾ റഹ്മാന്റെ അനന്തരവൻ ലണ്ടൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അയാൾ വഴിയും പണം എത്തിയെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഞെട്ടിക്കുന്ന വിവരം. പ്രതികൾ 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ യു.പി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പൂങ്കണ്ണീരുമായി വന്ന പാകിസ്ഥാനെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്ന് അന്ന് ഭാരതം വ്യക്തമായി പറഞ്ഞതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. അവർക്ക് കിട്ടിയ അടിയിലൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഭാരതത്തിനകത്തേക്ക് കൊടും ഭീകരന്മാരെ അയക്കുവാനും അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുവാനും മതപരിവർത്തന റാക്കറ്റിനെയാണ് അവർ മുൻനിർത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ വിഭജിക്കണമെങ്കിൽ അവർക്ക് മതപരിവർത്തനം പോലുള്ള വർഗീയതയെ മുതലെടുക്കണം. അതുതന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ടൂളായി, ഭീകരവാദത്തിന് പ്രധാനപ്പെട്ട ഒരു ടൂളായി പാകിസ്ഥാൻ വീണ്ടും ഭാരതത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഭാരതത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കൂടി ബലിയാടാക്കിയിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഉറപ്പിച്ചോ, പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന തിരിച്ചടി പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയതുപോലെ ആയിരിക്കില്ല. നശിപ്പിക്കും, ഇല്ലാതാക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ വർഗീയ ഭീകരവാദ രാഷ്ട്രത്തെ ഈ പറയുന്ന ഭൂപടങ്ങളിൽ നിന്നും തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ഇനിയും ഭാരതത്തെ
തകർക്കാൻ ശ്രമിച്ചാൽ, ഇതുപോലുള്ള മതപരിവർത്തന റാക്കറ്റിനെ ഉപയോഗിച്ച് അവരെ ടൂളാക്കി ഭാരതത്തിനകത്ത് ഭീകരവാദം വളർത്താൻ ശ്രമിച്ചാൽ, ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് മറക്കേണ്ട പാകിസ്ഥാൻ അതിലും ഡബിൾ ഇരട്ടിയായിരിക്കും തിരിച്ചടി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.